ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ റൂമിൽ വിനീത് നിള വരുന്നതും കാത്തിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് അങ്ങോട്ട് നമ്മുടെ രാധമ്മ കയറി ചെല്ലുന്നത്. എടാ, ഇന്നലെ നന്നായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്തോ എന്ന് വിനീതിനോട് ചോദിക്കും. അതെന്താ അമ്മൂമ്മ അങ്ങനൊരു ചോദ്യം? നന്നായിട്ട് ഉറങ്ങി. അല്ലെങ്കിൽ തന്നെ ഈ കല്യാണം ഉറപ്പിച്ചപ്പോൾ മുതൽ എനിക്ക് ഉറക്കമില്ലായിരുന്നേ. അമ്മ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതും ആലോചിച്ച് ഉറങ്ങാതെ കിടക്കുമായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ സമാധാനത്തോടെ നന്നായിട്ട് കിടന്നുറങ്ങി എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ രാധമ്മയ്ക്ക് ആകെ സങ്കടമാവാണേ. നീ ഇന്നലെ കിടന്ന് ഉറങ്ങിയോ അപ്പം എന്ന് ചോദിക്കുക. അതെ അമ്മൂമ്മ എന്താ വീണ്ടും വീണ്ടും ഇത് തന്നെ ചോദിക്കുന്നേ? അതൊന്നുമില്ല. ഗംഗ നിന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ദേഷ്യപ്പെടുകയൊന്നും ചെയ്തില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുക. അവളും ഇന്നലെ നന്നായിട്ട് കിടന്നുറങ്ങിയല്ലോ. അല്ലെങ്കിൽ തന്നെ അവൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുക. അതൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ലടാ, കല്യാണം നടന്നു കഴിഞ്ഞാൽ ഈ അമ്മൂമ്മയ്ക്ക് നീ ഒരു സമ്മാനം മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അക്കാര്യം നീ അങ്ങ് മറന്നു പോയോ എന്ന് രാധമ്മ ചോദിക്കുക. ഞാൻ മറന്നിട്ടില്ല എൻ്റെ രാധമ്മേ. മാല മേടിച്ചു തരാന്നല്ലേ? അത് ഞാൻ ഉറപ്പായിട്ട് മേടിച്ചു തരാം. ഇപ്പം എൻ്റെ കയ്യിൽ പൈസയൊക്കെ ഇല്ല. ഈ കല്യാണത്തിൻ്റെ കാര്യമായിട്ട് കുറേ അധികം കാശേ കയ്യിൽ അങ്ങ് തീർന്നു പോയി. ഇനിയിപ്പം കുറച്ച് കാശാവട്ടെ, ഞാൻ ഉറപ്പായിട്ടും ഈ സുന്ദരിക്കുട്ടിക്ക് മാല മേടിച്ചു തരും. പിന്നെ എന്തിനാ പേടിക്കുന്നത് എന്ന് ചോദിക്കുക. പേടിയൊന്നും ഇല്ലടാ, നീ പറഞ്ഞ വാക്ക് മറന്നു എന്നറിയാൻ ഞാൻ ചോദിച്ചതാ. നീ ഇനി എനിക്ക് മാല മേടിച്ച് തന്നില്ലേലും കുഴപ്പമില്ല. നീയും ഗംഗയും സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിക്കുന്നത് കണ്ടാൽ മതി എനിക്ക് എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ വിനീത് ഇങ്ങനെ ചിന്തിച്ചിരിക്കുക. നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ അമ്മയെപ്പറ്റി ആലോചിക്കുകയായിരുന്നു. അമ്മയുടെ ദേഷ്യമൊക്കെ മാറുമോ അമ്മുമ്മേ എന്ന് ചോദിക്കുക. അവളെ എൻ്റെ മോളല്ലേടാ, അവളെ എനിക്കറിയാം. അവൾക്ക് ഇപ്പം നിന്നോട് ദേഷ്യം കാണും. പോകെ പോകെ ആ ദേഷ്യമൊക്കെ മാറിക്കോളും. അവൾ തന്നെ നിന്നെ തേടി വരികയും ചെയ്യും. നീ സമാധാനത്തോടെ ഇരിക്കുക. കരുതിയത് കല്യാണം കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെയും അവൾ സ്വീകരിക്കുന്ന. പക്ഷെ അവൾക്ക് നല്ല വാശിയാ. സാരമില്ല, നീ ഇപ്പം തൽക്കാലം ഇവിടെ താമസിക്കുക. അവളുടെ വാശിയൊക്കെ മാറി അവൾ നിന്നെയും ഗംഗയും വിളിക്കുന്നൊരു ദിവസം വരും. അപ്പം നീ വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറയാം. അമ്മ തനിയെ അവളായിട്ട് വരുത്തി വെച്ചതല്ലേ, അതുകൊണ്ട് തനിച്ചൊന്നാണെന്ന് പറഞ്ഞ് അവൾക്ക് പേടിയൊന്നുമില്ല. നിങ്ങളെ രണ്ടുപേരെ തന്നെ വളർത്തി ഇത്രയും വലുതാക്കിയതല്ലേ അവള്. അവളെ നല്ല ധൈര്യശാലിയാ എന്ന് രാധമ്മ പറയാണ് കേട്ടോ. വീണ്ടും അമ്മയെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് ഇരിക്കുകയാണ് വിനീത്. നീ അതൊക്കെ വിട്, ഗംഗയുടെ കൂടെ സന്തോഷത്തോടെ ഒരു ജീവിതം ഉയർത്താൻ നോക്ക് നീ എന്ന് വീണ്ടും രാധമ്മ പറഞ്ഞു മനസ്സിലാക്കുകയാണ് കേട്ടോ. ഇപ്പം അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. സുജാതയുടെ ദേഷ്യമൊക്കെ പതിയെ മാറിക്കോളും. നീ ഇപ്പം ഗംഗയായിട്ട് സമാധാനത്തോടെ ഒരു ജീവിതം ജീവിച്ചു തുടങ്ങ വിനീതേ എന്ന് രാധമ്മ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. എന്നിട്ട് രാധമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാ. ഇതേ സമയം നമ്മുടെ ശാരദയാണെങ്കിൽ മുറ്റത്തോരോ പണികളൊക്കെ ആയിട്ട് നിൽക്കുക. അപ്പോൾ ഗംഗയും ഓരോ പണികൾക്കൊക്കെ കൂടും കേട്ടോ. പെട്ടെന്ന് ശാരദ ഗംഗയോട് ചോദിക്കും, മോളെ വിനീത് എഴുന്നേറ്റായിരുന്നോ എന്ന് ചോദിക്കുക. എനിക്കറിയില്ലമ്മേ, ഞാൻ എഴുന്നേറ്റപ്പം വിനീതേട്ടൻ എഴുന്നേറ്റിട്ടില്ല, ഉറങ്ങുമായിരുന്നു എന്ന് പറയാം. ഇതൊക്കെ നീ തിരക്കണ്ടേ? ഇതൊക്കെ നിന്റെ അവകാശമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഗംഗ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് നീളെ അങ്ങോട്ട് വരികയാണ്. അപ്പം ഇത് കേട്ടോണ്ട് വരുന്ന നീളക്കൂട്ടി പറയും, അതിന് വിനീതേട്ടൻ എഴുന്നേറ്റിട്ട് ഒരുപാട് സമയം ആയല്ലോ. അയ്യോ, വിനീതേട്ടൻ എന്നോടൊരു കാര്യം ചോദിച്ചായിരുന്നു, ഞാൻ മറന്നുപോയി. എന്താ നിന്നോട് ചോദിച്ചത് എന്ന് ശാരദ അപ്പം പറയേ. അത് വിനീതേട്ടനെ പല്ല് തേക്കാൻ ബ്രഷും പേസ്റ്റും ഒന്നും ഇല്ലല്ലോ, അത് എടുത്തുകൊണ്ട് കൊടുക്കാവോ എന്ന് ചോദിച്ചു. പുതിയതുണ്ടോ എന്ന് അമ്മയോട് ചോദിക്കണമെന്നും പറഞ്ഞു. ഞാൻ അക്കാര്യം വിട്ടേ പോയി എന്ന് നീള പറയാം. അപ്പം പെട്ടെന്ന് ശാരദ പറയും, പുതിയത് ഇരിപ്പുണ്ടോ ഗംഗെ എന്ന് ചോദിക്കുകയാണേ. അപ്പം ഗംഗ ഒന്നും മറുപടി പറയാതെ ആലോചിച്ച് നിൽക്കുക. ഗംഗെ, നിന്നോടാ ഞാൻ ചോദിച്ചത് പുതിയത് ഇരിപ്പുണ്ടോ എന്ന്. അപ്പം നീള പറയും, അമ്മ പറഞ്ഞാൽ മതി, ഞാൻ എടുത്തുകൊണ്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും ശാരദ നീളയെ വേണ്ട എന്നുള്ള രീതിയിൽ കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഗംഗ അതൊട്ട് ശ്രദ്ധിക്കുന്നുമില്ല. ഗംഗെ, നീ പോയി പുതിയത് ഇരിപ്പുണ്ട് എടുത്തു കൊടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ കടയിൽ പോയി മേടിച്ചുകൊണ്ട് വരാം. അതെന്തിനാ പുതിയത് മേടിക്കുന്നത്? ഗസ്റ്റുകൾ വന്നാൽ അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കാനായിട്ട് പുതിയ പേസ്റ്റും ബ്രഷും ഒക്കെ പൊട്ടിക്കാത്തത് ഇരിപ്പുണ്ടല്ലോ, പിന്നെ എന്തിനാ വേറെ ഒന്ന്? അതുകൂട്ടൊരെണ്ണം എടുത്തു കൊടുത്താൽ പോരെ എന്ന് ഗംഗ ചോദിക്കുക. എങ്കിൽ നീ എഴുന്നേറ്റ് ചെല്ല്, അവന് വേണ്ടതൊക്കെ എന്താണെന്ന് വെച്ചാൽ എടുത്തു കൊടുത്തേ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഗംഗയെ റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പം നീള ശാരദയോട് ചോദിക്കും, അതെന്താമേ ഞാൻ വിനീതേട്ടൻ എടുത്തുകൊണ്ട് കൊടുത്താൽ എന്ന് ചോദിക്കുക. അതോ, ഗംഗേച്ചിയല്ലേ വിനീതേട്ടൻ്റെ ഭാര്യ വേണം ഭർത്താവിന് ഈ വക കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കാൻ. അവർ തമ്മിലെ കൂട്ടുവാവട്ടെ എന്ന് പറഞ്ഞു മനസ്സിലാക്കുവാണേ. അപ്പം നമ്മുടെ നീള തലയാട്ടിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം വിനീത് റൂമിലിരിക്കുമ്പം പെട്ടെന്ന് വാതിൽ തുറക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ വിനീത് കരുതും അത് നമ്മുടെ
നിളക്കുട്ടി വന്നതായിരിക്കുന്നു. വാ നിളക്കുട്ടി എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കേ. പെട്ടെന്നാണ് വാതിൽ തുറന്നു വരുന്ന ഗംഗയെ കാണുന്നത്. അയ്യോ, ഗംഗയായിരുന്നോ? ഞാൻ കരുതി നിളമോളായിരിക്കുമെന്ന്, അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് എന്ന് പറയാം. അപ്പോൾ ഗംഗ അത് അത്ര താല്പര്യമില്ലാത്ത പോലെ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇതാ വിനീതേട്ടന് ബ്രഷും പേസ്റ്റും എല്ലാം ഉണ്ട് എന്ന് പറയാണ് കേട്ടോ. ഇനി കുളിക്കാനുള്ള ടവൽ ഞാൻ എടുത്തു തരാം എന്നും പറഞ്ഞ് അലമാരിയിൽ നിന്ന് പുതിയൊരു ടവലൊക്കെ എടുത്തു കൊടുക്കുക. അല്ല, വിനീതേട്ടന് ചേഞ്ച് ചെയ്യാൻ വേറെ ഡ്രസ്സൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുക. അപ്പോഴാണ് നമ്മുടെ വിനീതും അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ശരിയാ, വീട്ടിലെ ഡ്രസ്സുകളൊക്കെ ഇനിയിപ്പം അതുപോയി എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചെന്ന അമ്മേൻ്റെ കാല് തല്ലി ഒടിക്കും എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പം ഗംഗയ്ക്കും സങ്കടം വരികയാണ്. താൻ കാരണമാണല്ലോ വിനീതേട്ടൻ ഇങ്ങനൊരു അവസ്ഥ വന്നതെന്നോർത്ത് ഗംഗ തല കുനിച്ചു നിൽക്കുക. അയ്യോ, ഗംഗ സങ്കടപ്പെടാൻ ഞാൻ പറഞ്ഞതല്ല. തൽക്കാലം 2-3 ജോഡി ഡ്രസ്സ് മേടിക്കാം, കടയിൽ തയ്ക്കാനും ഇരിപ്പുണ്ടാകും എന്ന് വിനീത് പറയാൻ കേട്ടോ. കടയിലേക്ക് ഞാനൊന്ന് സമയം കിട്ടുമ്പോൾ ഇറങ്ങാം, പക്ഷെ തൽക്കാലം ഉടുത്തു മാറാൻ ഒന്നുമില്ലല്ലോ എന്ന് വിനീത് പറയുമ്പം ഗംഗ പറയും, അതോർത്ത് വിനീതേട്ടൻ ടെൻഷൻ അടിക്കണ്ട, അച്ഛൻ്റെ ഷർട്ടും മുണ്ടും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്, വിനീതേട്ടൻ അത് പാകുമാകുമെന്നാ. അപ്പം വിനീത് പറയും, അത് സാരമില്ല, നോക്കട്ടെ എന്ന് പറയുമ്പം അരവിന്ദൻ്റെ ഷർട്ടും മുണ്ടുകൂട്ടും ഒരെണ്ണം എടുത്ത് നമ്മുടെ ഗംഗ വിനീതിൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് ഗംഗ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അപ്പം അത് നിവർത്തി നോക്കുമ്പം അരവിന്ദൻ ചെറിയ ആളല്ലേ, അപ്പം മുണ്ട് കുഴപ്പമില്ല, ഷർട്ടിന് ഇറക്കക്കുറവാണ്. അപ്പം വിനീത് ഇങ്ങനെ മനസ്സ് ചിന്തിക്കും, ഇതിങ്ങനെ പോയാൽ ശരിയാകില്ലല്ലോ, ഇതിപ്പോൾ 2 ഇട്ടാൽ പോലും അടിയിലിടാൻ വേണ്ടേ. ഇന്നർ വെയറിനെ പറ്റിയാണ് കേട്ടോ വിനീത് സംസാരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് നിൽക്കുക. പെട്ടെന്ന് തന്നെ നിവിനെ ഫോൺ വിളിക്കാൻ കേട്ടോ. അപ്പം രാവിലെ തന്നെ വിനീതിൻ്റെ കോള് കാണുമ്പോൾ നിവിൻ എടുക്കുക. എന്താ ബ്രോ രാവിലെ തന്നെ എന്നെ ഒരു വിളി, ദേ നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, അക്കാര്യം ബ്രോ മറന്നു പോയോ എന്ന് ചോദിക്കുക. എടാ ആകെ പ്രശ്നമാണ്, എനിക്ക് ഉടുത്തു മാറാൻ ഡ്രസ്സില്ലടാ, ഡ്രസ്സില്ലേ എന്ന് ചോദിക്കുക. ഞാനിപ്പോൾ രാവിലെ തന്നെ എങ്ങനെ അങ്ങോട്ട് കയറി വരിക എന്ന് നിവിനപ്പം ചോദിക്കുകയാണ് കേട്ടോ. എടാ എനിക്ക് ഇന്നർ വെയർ പോലും ഇല്ലടാ, നീ ഒന്ന് മനസ്സിലാക്കുക എന്ന് പറയാം. ബ്രോ ടെൻഷൻ അടിക്കണ്ട, ഞാനേ കടയിലോട്ട് വരാം എന്ന് പറയണം. ബ്രോ എങ്ങനെയെങ്കിലും കടയിലേക്ക് വരാൻ നോക്ക് എന്ന് വിനീതനോട് പറയുവാണ്. ഇതേ സമയം വീട്ടിൽ നമ്മുടെ സുജാതയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുജാതയുടെ അടുത്തേക്ക് ഗീത വരിക. എന്താടി നീ എന്താ ഒരുങ്ങി ഇറങ്ങി വരുന്നത് എന്ന് ഗീതയോട് അപ്പം ചോദിക്കും. അമ്മേ, ഞാൻ വന്നിട്ട് ഇപ്പം എത്ര ദിവസമായി, ഇനിയും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ, അമ്മ തനിയെ ഇവിടെ നിൽക്കുമോ, എനിക്കിന്ന് തിരിച്ചു പോകണം എന്ന് ഗീത പറയാം. അല്ലെങ്കിലും നിനക്ക് കാലാകാലം എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ, നിനക്ക് കെട്ടിയവരും മക്കളും ഒക്കെ ഉള്ളതല്ലേ, നീ പൊക്കോ, എന്നെപ്പറ്റി ചിന്തിക്കേണ്ട, എൻ്റെ മോന് അതേപ്പറ്റി ഒരു ചിന്തയില്ലാത്തപ്പോൾ പിന്നെ കെട്ടിച്ചു വിട്ടാൽ നീ എന്നെപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മേ, അതുകൊണ്ടല്ല അമ്മയുടെ കൂടെ നിൽക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ, പക്ഷേ എൻ്റെ അവസ്ഥ അമ്മ മനസ്സിലാക്കണ്ടേ എന്ന് ഗീത പറയാം. നിന്നോട് ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ, എല്ലാവരും പൊക്കോ, അല്ലെങ്കിലും ഞാൻ ആരെയും കണ്ടിട്ടല്ല ഈ സുജാത ജീവിച്ചത്, ഇത്രയും കാലം ഞാൻ തനിയെ തന്നെയായിരുന്നു, 2 മക്കളുണ്ടായി, അവരെ ഞാൻ വളർത്തി വലുതാക്കി, പറക്കമുറ്റിയപ്പം സ്വന്തം ഇഷ്ടപ്രകാരം അവർ രണ്ടും പറന്നു പോയി എന്ന് സുജാത പറയാൻ കേട്ടോ. പൊന്നെ കരളേന്നും പറഞ്ഞ് അമ്മയ്ക്ക് താങ്ങാവുന്ന കരുതി വളർത്തിയതാ ഒരു മകനെ, അവൻ ഇത്രയും കാലം ഈ അമ്മയ്ക്ക് താങ്ങുമായിരുന്നു, പക്ഷേ ഇപ്പം ഒരു പെണ്ണിനെ കിട്ടിയപ്പം അവൻ അവളെ മതി, അമ്മയുടെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് അവളെ കല്യാണം കഴിച്ച് അവൻ ജീവിക്കാൻ തുടങ്ങിയിരിക്കുമല്ലേ, അല്ലെങ്കിലും അവനോട് സ്നേഹമുള്ള പെണ്ണാണെങ്കിൽ വേണ്ടില്ല എന്നൊക്കെ സുജാത ഇരുന്ന് പറയാം. അമ്മേ, ഞാനെന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് ഗീത പറയാം. നീ പൊയ്ക്കോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സുജാതയ്ക്ക് നല്ല സങ്കടമുണ്ട്. ആ വീട്ടിൽ ഇത്രയും കാലങ്ങൾക്കിടയിൽ തനിയെ നിൽക്കേണ്ട അവസ്ഥയൊന്നും സുജാതയ്ക്ക് വന്നിട്ടില്ല. ഗീത കല്യാണം കഴിച്ചു പോയപ്പോഴും കൂടെ വിനീതുണ്ടായിരുന്നു. എന്നാൽ ജയബാലൻ ഇന്നലെ നടന്ന ആ സംഭവത്തോടു കൂടി ആകെ ഒന്ന് ഭയന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, താൻ വെറുതെ എഴുതിത്തള്ളാൻ പറ്റുന്ന ഒരാളല്ല കാവേരി, അവള് തന്നെക്കാളും കാഞ്ഞ വിത്താണ് എന്ന് ജയബാലന് ബോധ്യപ്പെടുക. അവൾ പറഞ്ഞ ഓരോ വാക്കുകളും ജയബാലന്റെ മനസ്സിൽ അത്രയേറെ കൊള്ളുന്നുണ്ട്. ജയബാലൻ ഈ കണ്ട കാലം അത്രയും പുഷ്പവാടിയിൽ നല്ലവനായിട്ട് അഭിനയിച്ചത് മുഴുവനും ഒരു MP സ്ഥാനം അല്ലെങ്കിൽ ഒരു MLA സ്ഥാനം അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലും കാവേരി മനസ്സിലാക്കിയ സ്ഥിതിക്ക് തനിക്ക് മേൽ വളരുന്ന ഒരു വടവൃക്ഷം തന്നെയാണ് അവളെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അരവിന്ദനെ പറ്റിച്ച് അയാൾ നേടിയെടുത്ത തോട്ടവും ഒക്കെ തൻ്റെ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ള ഭയമൊക്കെ ഉണ്ട്. അപ്പം വിശാലിനെ കൂടി കളത്തിലിറക്കാൻ അയാൾ ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പം തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക. എന്താ അച്ഛൻ എന്താ എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ എന്ന് ചോദിക്കുക. എടാ, അച്ഛൻ ഒരു കളിക്ക് ഇറങ്ങുക, ഇത്രയും കാലം അച്ഛൻ കളിച്ച പോലെ ഒരു കളിയല്ല, ശത്രുക്കളാര് മിത്രങ്ങളാരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേർക്ക് നേരെ ഒരു കളി, ഈ കളിയിൽ അച്ഛന് താങ്ങായിട്ട് നീ
ഉണ്ടാകണം എന്ന് പറയാം. അതെന്ത് വർത്തമാനം അച്ഛ? അച്ഛൻ ഈ ലോകത്ത് എന്ത് ചെയ്താലും അത് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അച്ഛൻ എന്ത് ചെയ്താലും അതിൻ്റെ ശരിയും തെറ്റും നോക്കാതെ അച്ഛൻ്റെ കൂടെ ഞാനുണ്ടാകും എന്ന് വിശാൽ ഉറപ്പ് പറയുകയാണ്. ദേ, പടവെട്ടാൻ ഇറങ്ങാൻ പറഞ്ഞത് യുദ്ധത്തിന് നമ്മൾ ആയുധങ്ങളായിട്ടുള്ള യുദ്ധമല്ല, മനസ്സുകൾ തമ്മിലുള്ള യുദ്ധം. ശത്രുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ശത്രുവിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ കളത്തിലിറങ്ങാൻ. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കരുതിയ പോലെ അത്ര വീക്കല്ല നമ്മുടെ ശത്രുക്കൾ, അവരത്ര ദുർബലരല്ല എന്ന് മനസ്സിലാക്കിയപ്പം അതറിഞ്ഞു വേണം നമ്മൾ കളിക്കാൻ. അവരെ ഒരിക്കൽ പോലും നമ്മുടെ മുന്നിൽ ജയിക്കാൻ നമ്മളായിട്ട് വഴി ഒരുക്കരുത് എന്ന് പറയാം. അച്ഛൻ പറഞ്ഞു വരുന്നത് ആരെപ്പറ്റിയാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അച്ഛ എന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ അവരെയൊക്കെ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? ആ പീറ പെണ്ണുങ്ങൾ നമുക്കെതിരെ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കാം. നമ്മൾ ആരെയും വില കുറച്ച് കാണരുതടാ. നിന്റെ അച്ഛന് പറ്റിയതും അങ്ങനൊരു തെറ്റാ. നമ്മൾ വില കുറച്ച് കാണുന്നവരായിരിക്കും ചിലപ്പം നമ്മളെക്കാൾ പ്രഗത്ഭര്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ. നമ്മൾ നേടിയെടുത്തതൊന്നും നമ്മുടെ കയ്യിൽ നിന്നും ഒരു രീതിയിലും നഷ്ടപ്പെടുത്താനും പാടില്ല. മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായതുപോലെ അച്ഛനെ ചേർത്ത് നിർത്തുകയാണ് കേട്ടോ വിശാല്. അച്ഛൻ്റെ കൂടെ എന്തിനും ഏതിനും ഈ ഞാനുണ്ടാകും. എൻ്റെ അച്ഛനെ ആർക്കും മുന്നിലും തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാവരുടെയും മുന്നിൽ ജയിച്ച് തന്നെ എൻ്റെ അച്ഛൻ നിൽക്കണം എന്ന് പറയാം. നീയാണടാ എൻ്റെ മോൻ എന്ന് അപ്പം ജയപാലൻ അഭിമാനത്തോടു കൂടി വിശാലിനെ ചേർത്ത് നിർത്തുകയാണ് കേട്ടോ. കാവേരിക്കെതിരെയുള്ള പടയൊരുക്കത്തിനാണ് വിശാൽ ലുഗ്നെയും കൂട്ടിക്കൊണ്ട് ജയപാലൻ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ ജയപാലൻ അറിയുന്നില്ല അതൊക്കെ വെറുതെയാണെന്ന്. നമ്മുടെ കാവേരി ജയപാലനെ ഒരു രീതിയിലും ജയിക്കാൻ ഒരിടത്തും ഇനി സമ്മതിച്ചു കൊടുക്കത്തുമില്ല കേട്ടോ. ഇതേ സമയം സ്നേഹതീരത്താണെങ്കിൽ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മുടെ വിനീതനെ പുറത്തോട്ട് ഇറങ്ങാൻ പോലും ഒരു നാണക്കേട് തോന്നുകയാണ് കേട്ടോ. തനിക്ക് ഒരു രീതിയിലും പാകമാകാത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ടുള്ള വിനീതിൻ്റെ വരവ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ട് തോന്നുക. തങ്ങൾ കാരണമാണല്ലോ വിനീതിന് ഈ അവസ്ഥ വന്നതെന്നോർത്ത് പെട്ടെന്ന് ശാരദയോടും ഗംഗയോടുമായിട്ട് വിനീത് പറയും, അതെ എനിക്ക് കട വരെ അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാട്ടോ ഗംഗ എന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണേ. അപ്പം രാവിലെ തന്നെ കടയിൽ വിനീതിനെ കാണുമ്പം സലീമിക്ക ചോദിക്കും, എടാ ഇന്നലെ കല്യാണം കഴിഞ്ഞിട്ട് നീ എന്താ നേരെ ഇങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിക്കാം. അല്ലട വിനീതേ, ഇത് എന്തൊരു കോലമാടാ, ഇത് ആരുടെ ഷർട്ടാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് അരവിന്ദൻ അമ്മാവൻ്റെ ഷർട്ടാ, എൻ്റെ ഡ്രസ്സൊക്കെ വീട്ടിലല്ലേ, ഇനി വീട്ടിലേക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് ചെല്ലാൻ പറ്റുമോ സലിമിക്ക എന്ന് ചോദിക്കാം. ആ അത് നീ പറഞ്ഞത് നേരാ, ഇനിയിപ്പം വീട്ടിലേക്ക് നീ ചെന്ന സുജാത ചേച്ചി ചൂരെടുത്ത് നിന്നെ ഓടിക്കും എന്ന് സലിമിക്ക പറയാം. അല്ല സലിമിക്ക എന്തിനാ ഇന്നലെ രാത്രി വിളിച്ചത് എന്ന് വീണ്ടും ചോദിക്കാം. ആ അത് പിന്നെ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നറിയാനായിട്ട് ഞാൻ വിളിച്ചതാടാ. ഇന്നലെ അത്രയേറെ പ്രശ്നങ്ങളൊക്കെ കല്യാണത്തിനുണ്ടായില്ലേ, നിന്റെ അമ്മയും ചേച്ചിയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് നീ ഏത് അവസ്ഥയിലാണെന്ന് അറിയില്ലല്ലോ. അതുമല്ല ആ പെൺകൊച്ചിന് നിന്നോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ, നിന്നെ കുറച്ച് ചോർത്തിട്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു എന്ന് സലിമിക്ക പറയാം. ഏയ് എനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ലെന്നേ സലിമിക്ക, അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. തൽക്കാലം എനിക്ക് പറ്റിയ 2-3 ഷർട്ടുകളൊന്ന് വേഗം തയ്ച്ച് തരാൻ നോക്ക് എന്ന് പറയാം. തുണി അവിടെ ഇരിപ്പുണ്ട് എന്ന് വിനീത് പറയാണ് കേട്ടോ. അപ്പം സലിമിക്ക ശരിയെന്ന് പറഞ്ഞ് തയ്ക്കാനായിട്ട് കയറുക. ഇതേ സമയം നിവിനും കടയിലേക്ക് വരിക. എന്താ ബ്രോ, ദേ ബ്രോയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ആ പാക്കറ്റുകളൊക്കെ കയ്യിലേക്ക് കൊടുക്കുക. ആ ബ്രോ എന്താ ആകെ ഡള്ളായിട്ടിരിക്കുന്നത്, കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ ആഗ്രഹിച്ച പോലെ, ഇന്ന് സന്തോഷമായിട്ട് ഇരിക്കുക. ഈ ഡ്രസ്സിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, നമുക്ക് ഇന്ന് തന്നെ പുറത്ത് ഏതെങ്കിലും കടയിൽ പോയി ബ്രോയ്ക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ എടുക്കാം എന്നും പറഞ്ഞ് നിവിൻ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിവിൻ്റെ ഈ സ്നേഹമൊക്കെ കാണുമ്പം നമ്മുടെ വിനീതിന് ഒരുപാട് സന്തോഷം തോന്നുക. ഇതൊക്കെയാണ് കേട്ടോ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.